ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. ആ, 1 മണിക്ക് വായിക്കണം. അത് 12 മണിക്ക് വായിച്ചു. 12 മണിക്ക് 16 വരെ വായിക്കും. മത്തായി 1-ാം അധ്യായം 12 മുതൽ 16 വരെ വായിക്കും. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യൊഖന്യാവിന് ശെയൽത്തീയേലിൽ ജനിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യൊഖന്യാവിന് ശെയൽത്തീയേൽ ജനിച്ചു. ശെയൽത്തീയേലിന് സെരുബ്ബാബേൽ ജനിച്ചു. സെരുബ്ബാബേലിന് അബീഹൂദ് ജനിച്ചു. അബീഹൂദിന് എല്യാക്കിം ജനിച്ചു. എല്യാക്കിമിന് ആസോർ ജനിച്ചു. ആസോരിന് സാദോക്ക് ജനിച്ചു. സാദോക്കിന് അഖീം ജനിച്ചു. അഖീമിന് എലിഹൂദ് ജനിച്ചു. എലിഹൂദിന് എലിയാസർ ജനിച്ചു. എലിയാസറിന് മത്താൻ ജനിച്ചു. മത്താന് യാക്കോബ് ജനിച്ചു. യാക്കോബിന് മറിയയുടെ ഭർത്താവായ യോസഫ് ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു അവതാരം ചെയ്തു. ആദ്യം എഴുതിയേക്കുന്നിടത്ത് എല്ലാം എഴുതിയേക്കുന്നത് ജനിച്ചു എന്നല്ല, ജനിപ്പിച്ചു എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. തുടക്കം തുടങ്ങി അബ്രഹാമിന്റെ പുത്ര ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെ അവന്റെ സഹോദരനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു വന്നിട്ട് 12-ാം ബാബേൽ പ്രവാസം യഹോയ്ന്യാവ് ശെയൽത്തീയേലിനെ ജനിപ്പിച്ചു. ശെയൽത്തീയേൽ സെരുബ്ബാബേലിനെ ജനിപ്പിച്ചു. സെരുബ്ബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു. അബീഹൂദ് ഏലിയാക്കിമിനെ ജനിപ്പിച്ചു. ഏലിയാക്കിം ആസോറിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഹീമിനെ ജനിപ്പിച്ചു. ആഹീം ഏലിഹൂദിനെ ജനിപ്പിച്ചു. ഏലിഹൂദ് ഏലിയാസരെ ജനിപ്പിച്ചു. ഏലിയാസർ മദ്ദാനെ ജനിപ്പിച്ചു. മദ്ദാൻ യാക്കോബിനെ ജനിപ്പിച്ചു. അടുത്ത യാക്കോബ് മറിയയുടെ ഭർത്താവ് യോസെഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ഹല്ലേലൂയ. അവിടെ പറഞ്ഞേക്കുന്ന ഈ വംശാവലി പറയുമ്പം അബ്രഹാം തുടങ്ങി ഇങ്ങോട്ട് പറയുന്ന വംശാവലിയിൽ എല്ലാവരെയും ജനിപ്പിച്ചു 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 എന്ന് എഴുതി. ഇന്നലെ എനിക്ക് കുറെ ദിവസമായിട്ട് മത്തായിയുടെ സുവിശേഷം 1-ാം ദൈവം വായിക്കാൻ തരാം. അപ്പൊ ഞാൻ എത്ര വായിച്ചത് പിന്നെന്ത് വായിക്കാനും. പക്ഷെ ഇന്നലെ അത് വായിച്ചാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ കാര്യം. ബാക്കി എല്ലാവരെയും ജനിപ്പിച്ചു, പക്ഷെ യേശു ജനിപ്പിക്കപ്പെട്ടതല്ല, ജനിക്കുക ചെയ്തത്. ഹല്ലേലൂയ. അപ്പം കാരണം ദൈവമായിരുന്ന യേശു ഹാലയിലെ ഭൂമിയിൽ വന്ന് കർത്താവ് ദൈവം വന്ന് മറിയയുടെ ഉദരത്തിൽ ജനിക്കുക ചെയ്തത്, ജനിപ്പിക്കുകയല്ല. ബാക്കിയുള്ളവരെല്ലാം ജനിപ്പിക്കുക. അതുപോലെ നമ്മളും ഹാലയിലെ നമ്മുടെ പിതാക്കന്മാരും മാതാവും ഒക്കെ ആയിട്ട് അവരെ ജനിപ്പിക്കുക ചെയ്തിരുന്നു നമ്മളെല്ലാവരും. പക്ഷേങ്കില് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ജനിപ്പിച്ചു എന്നല്ല, വീണ്ടും ജനിച്ചു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെതല്ല ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തില്ല, സൃഷ്ടിക്കാൻ ആർക്കും പറ്റത്തില്ല. ഹാലല്ലേ ജനിപ്പിക്കാനോ അല്ലെ ദൈവത്തിൻ്റെതായിട്ടതെല്ലാം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഹാലെ അത് ദൈവത്തിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയത്തുള്ളൂ. പറയുന്നത് വീണ്ടും ജനനം പ്രാപിക്കുന്ന നമ്മൾ ഓരോരുത്തരും യേശു കർത്താവ് ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയം തന്നെയാണ്, അത് കണ്ടിന്യൂഷൻ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പൊ ദൈവത്തെ നമ്മൾ ജനിക്കുക ചെയ്യുന്നത്. അത് അവിടെ തന്നെ എടുത്ത് യോഹന്നാന്റെ സുവിശേഷം പുരുഷന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയുടെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിന്റെ വചനത്താൽ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിക്കുന്നു പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹാലയില് വീണ്ടും യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു, അത് വീണ്ടും യേശു ഭൂമിയിൽ ജനിക്കുക ചെയ്തതെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും ഹാലില് നമ്മൾ ജനിക്കുക ചെയ്യുന്നു. ഹാലില് ജനിപ്പിക്കുന്നതെന്ന് പലരും പറയുമോ ഞാൻ വിശ്വാസം ജനിപ്പിച്ചതാ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയാറ്. ഞാൻ ഇന്നലെ ഇങ്ങനെ ആയിരുന്നുകൊണ്ട് ആലോചിച്ചു, ഞാനും പറഞ്ഞിട്ട് പലരും ഞാൻ പക്ഷെ വിശ്വാസം ജനിപ്പിച്ചു എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ മുഖാന്തരം വിശ്വാസത്തിൽ വന്നതാണ്. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം നമ്മളാണ് അവരെ വിശ്വാസം ജനിപ്പിച്ചതെന്ന് വിചാരിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും ജനിപ്പിക്കാൻ കഴിയത്തില്ല, കാരണം അവർ ഓൾറെഡി ജനിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മ ഒരാളിലേക്ക് വന്നാൽ മാത്രമേ യേശു കർത്താവ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് റോമാലേഖനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം വീണ്ടും ജനനം പ്രാപിക്കുക നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തു ഭൂമി ജനിച്ചതുപോലെ തന്നെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അതുപോലെ വീണ്ടും ജനനമെന്നാണ് പറഞ്ഞേക്കുന്നത്, വീണ്ടും ജനിപ്പിക്കൽ എന്നല്ല പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട് ബാക്കി വംശാവലി ആദ്യം തുടങ്ങിയിട്ട് അബ്രഹാമിന്റെ പുത്ര ദാവീദിനെ അന്ന് പറഞ്ഞു തുടങ്ങും എല്ലാവരെയും അവിടെ. എന്നാൽ നമുക്കറിയാം അബ്രഹാം ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ഹല്ലേലൂയ ദൈവത്താൽ ജനിക്കപ്പെട്ടതാണെന്നറിയാം. കാരണം അവിടെ ശരീരത്തിൽ നിർജ്ജീവത്വമായി പോയതിന് ശേഷമാണ് കുഞ്ഞ് ജനിക്കുന്നത് നമുക്കറിയാൻ പറ്റും. പക്ഷെ എന്നിട്ട് പോലും അവിടെ അതും ഒരു സ്ത്രീയും പുരുഷനും ചേരുമ്പോഴാ ഉണ്ടായേക്കുന്നുണ്ട്, അത് ജനിപ്പിച്ചു എന്ന് പറയാം. അതുപോലെ നമുക്കറിയാം ഹല്ലേലൂയ നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ ജനിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മഭാഷയിൽ അവിടെയും യോഹന്നാൻ ജനിപ്പിച്ചു എന്ന് തന്നെ. എല്ലായിടത്തും എല്ലായിടത്തും ഹല്ലേലൂയ മനുഷ്യനും തമ്മിൽ ചേർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ ജനിപ്പിക്കുക ചെയ്യുന്നത്.
പക്ഷെ യേശു കർത്താവിനെ ജനിപ്പിക്കാറില്ല, സ്വന്തമായി വന്ന് ജനിക്കുക. അതുപോലെ യേശു കർത്താവിനെ ആർക്കും കൊല്ലാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും വിചാരിക്കും യഹൂദന്മാര് കൊന്നു എന്നല്ല. യേശു കർത്താവ് ഹല്ലേലൂയ സ്വന്തം പ്രാണനെ ദൈവത്തിന്റെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ ലോകത്ത് വിട്ട് മരണം ഭരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ യേശു കർത്താവിനെ കൊന്നതുമല്ല, യേശു കർത്താവിനെ ജനിപ്പിച്ചതുമല്ല. കാരണം യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ ജനിപ്പിക്കാനും പറ്റത്തില്ല, കൊല്ലാനും പറ്റത്തില്ല. ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടി ഇതാണ് ലോകത്തിലേക്ക് ദൈവം നമ്മുടെ പാപത്തിലാരും നമ്മുടെ ആ പാപ ശരീരത്തിനനുസരിച്ച് വന്ന് ആ ശരീരത്തെ ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് ദൈവം അയച്ചതാണ്. എന്തുകൊണ്ട് വെച്ചാൽ അത്രയും നാൾ ചെയ്ത യാഗങ്ങളും സകലതും കൊണ്ട് മനുഷ്യരെ ഒരിക്കലും പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ദൈവം എത്തിയെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണത് ദൈവം അങ്ങനെ ചെയ്തത്. ഇവിടെ നമ്മൾ യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്നലെ ചിന്തിച്ച്. ഇന്ന് ദൈവം കൃപയാൽ ആ വാക്ക് തന്നെയാണ് തുടക്കം നമുക്ക്. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം അത് ദാവീദ് ഒരു 14, ദാവീദും ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം ക്രിസ്തുവിനോളം 14 ആകുന്നു. അങ്ങനെ തലമുറകളെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ നമ്മൾ ഹല്ലേലൂയ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം തുടങ്ങിയിട്ട് ഇവിടം വരെ വന്നേക്കുന്ന തലമുറ. പണ്ട് പ്രാവശ്യം നമ്മൾ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് 3-4 പെണ്ണുങ്ങളുടെ പേര് കൊണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് സമൂഹം എപ്പോഴും ഒറ്റപ്പെടുത്തി നിർത്താൻ പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ സമൂഹമൊക്കെ വെറുപ്പോട് കാണുന്ന കൂട്ടത്തിലുള്ള ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഒരു 4 സ്ത്രീകൾ അതിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ചിന്തിക്കാം, നമ്മൾ ഇന്നലെ രാത്രിയാണ് ആരോ നമ്മള് ഈ വീണ്ടും ജനിക്കപ്പെട്ട പെന്തക്കോസ്തായിട്ട് മാറിയിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ ഇന്നലെ നമ്മുടെ ഒരു സഹോദരൻ വിളിച്ച് രാത്രി അവർ കുടുംബമായിട്ട് വിളിച്ച സമയത്ത് സംസാരിക്കും പറയണ്ടേ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കൊക്കെ വിചാരം നമ്മൾ വീണ്ടും ജനിച്ച് പെന്തക്കോസ്ത് എന്നൊരു സംഭവം അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പലർക്കും ഒരു തോന്നലുണ്ട്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്കൊന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സിസ്റ്റർ ഇവിടെ നമ്മളല്ല ഒരു സിസ്റ്റർ എന്നോട് ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇതുപോലെ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിൻ്റെ ആൻസർ വേറെ എങ്ങും പോണ്ട, വെളിപ്പാട് പുസ്തകത്ത് വായിച്ച് നമുക്ക് മനസ്സിലാകും. വീണ്ടും ജനിക്കും നമ്മൾ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതുന്നു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ജീവന്റെ പുസ്തകത്തിലെ പേര് മായ്ച്ചു കളയുകയും ചെയ്യും. അപ്പൊ എഴുതപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോൾ പെർഫെക്റ്റ് ആയില്ല നമ്മൾ. ഹല്ലേലൂയ. റോമാലേഖനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കും, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. അത് രക്ഷിക്കപ്പെടാത്തവരോടല്ല എഴുതിയേക്കുന്നത്. 8-ാം അധ്യായം റോമാലേഖനം 8-ാം അധ്യായം എടുത്ത് വായിച്ചു. അപ്പൊ നമ്മളത് രക്ഷിക്കപ്പെടാത്തവർക്ക് 8-ാം അധ്യായം എടുത്തു റോമാലേഖനം. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്കാണ് റോമാലേഖനത്തിൽ ആ ഭാഗം എഴുതപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ആ ബാക്കിയോടെ വരുന്നത്. അപ്പൊ ക്രിസ്തുയേശുവുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് എന്ന് പറയുമ്പം താഴോട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ മക്കൾ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ മക്കൾ. അതുപോലെ ആത്മാവ് യേശുക്കർത്താവിന് മനുഷ്യരുടെ നേർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വായിക്കാൻ മനസ്സിലാകും, നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടാൽ മാത്രം സ്വർഗത്തിലേക്ക് പോകത്തില്ല. അപ്പൊ പലരുടെ ഉള്ളിൽ ഈ ഒരു ചിന്തയുണ്ട്. പലരും പിന്നങ്ങ് പെർഫെക്റ്റ് ആയി, പലരും പിന്നങ്ങ് ആ രീതി. പക്ഷെ പല ആൾക്കാരും ഞാൻ കാണാറുണ്ട് അവർക്ക് ആർക്കും ആരെയും കുറ്റം പറയുന്നതല്ല. ജാതികൾ കാണിക്കുന്ന അത്രയും പോലും സ്നേഹമോ കരുതലോ ഒരു സഹാനുഭൂതിയോ പലതും പലതൊന്നും ഉണ്ടാകാറില്ല. അവരവരുടെ അനുഭവം ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് പറയുമായിരുന്നു. ജാതികളായ അവരുടെ കൂടെ അവിടെയുള്ള ആൾക്കാർ അവരോട് കാണിക്കുന്ന ഒരു ആവശ്യ സമയത്ത് കാണിക്കുന്ന സഹാനുഭൂതി പോലും കൂടെ ആരാധിക്കുന്ന കൂടെ ഉള്ള സഭയിലുള്ളവർ കാണിക്കാറില്ല. അല്ലെങ്കിൽ ചോദിക്കാറില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാറില്ല. അപ്പം എത്ര ഉള്ളവരും ഇല്ലാത്തവരെയും കാര്യം പറയുന്നത് അത് ഞാനും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ ആയിരിക്കും, ബേസിക് ക്യാരക്ടർ ആയിരിക്കും. അല്ലാതെ
വന്നപ്പോഴും ക്രിസ്തുവിൽ വന്നപ്പോഴത്തേനും അത് മാറിയിട്ടില്ല. ഹല്ലേലൂയ. അത് മാറാത്തത് കൊണ്ട് ഹല്ലേലൂയ അത് സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാനും മോളും കൂടി ഇങ്ങനെ ഹല്ലേലൂയ നമ്മുടെ ലൂസിയലിനെ കുറിച്ച് ചിന്തിക്കാനുണ്ടായി. പറയുണ്ടായി. ഹല്ലേലൂയ. ലൂസിയേൽ, നമ്മുടെ ലൂസിയലിനെ കുറിച്ച് ചിന്തിക്കണ്ടേ. കാരണം ലൂസിയേല് കഴിഞ്ഞ ദിവസം നമ്മുടെ സുശ്രേയ ദേവദാസൻ പറഞ്ഞ് ലൂസിഫർ ഒരിക്കലും ദൈവത്തിന്റെ ഒപ്പം നടന്ന് ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട്. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത് ദൈവത്തിന്റെ ഒപ്പമൊക്കെ തന്നെ ദൈവത്തെ വർഷിപ്പ് ചെയ്യാനായിട്ട് ദൈവം സൃഷ്ടിച്ച ദൂതൻ തന്നെയായിരുന്നു ലൂസിയേൽ. ഹല്ലേലൂയ. ആ ലൂസിയേൽ ഹല്ലേലൂയ നമ്മൾ ഹൈറാർക്കി വെച്ച് നോക്കിയ ഇപ്പോൾ ഉള്ള ഹല്ലേലൂയ മിക്കാലിനെ കാട്ടിയും ഗബ്രിയേലിനെ കാട്ടിയും എബോ ആയിരുന്നു. അത് നമുക്ക് യൂദായുടെ ലേഖനം വായിക്കാൻ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് അവിടെ പറയുന്നത് ദൈവം നിന്നെ ഫത്സിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണിച്ചാൽ ഹൈറാർക്കി ലെവലിൽ കൂടുതലായിരുന്നുകൊണ്ട് ആ ദൂതൻ അവിടെ ഏഞ്ചൽ അവിടെ ഒന്ന് മോശയുടെ ശരീരം സംബന്ധിച്ച് ബാധിച്ചപ്പോൾ ഒന്നും പറയാൻ മുതിർന്നില്ല. കാരണം അവരെപ്പോഴും ഹൈറാർക്കി ഹെവൻലി ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഹാലയിലെ അതുകൊണ്ട് ഹാലയിലെ പക്ഷേ ഇത്രത്തോളം ഉയരത്തിലാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ദൈവം സൃഷ്ടി എല്ലാം സൃഷ്ടിക്കപ്പെട്ട. പക്ഷേ വേണ്ട പോലെ ദൈവത്തെ അവൻ അറിഞ്ഞിരുന്നില്ല. കാരണം ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിൽ ഹൃദയത്തിൽ പോലും ദൈവത്തിന് വിരോധമായിട്ടുള്ള ദൈവത്തിന്റെ ഒപ്പം സിംഹാസനം വെക്കണം ചിന്തിക്കത്തില്ലായിരുന്നു. കാരണം നമ്മുടെ ദൈവം ആരെന്നും ദൈവത്തിന്റെ ജ്ഞാനം എത്രയെന്നും ദൈവത്തിന്റെ പരിജ്ഞാനത്തെ ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉള്ളിലേക്ക് ചെന്നിരുന്നു എങ്കിൽ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മൾ ഇന്ന് പലപ്പോഴും ജീവിക്കും ദൈവത്തിന്റെ മക്കൾ എന്നാണ് നമ്മുടെ പേര്. പക്ഷെ നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം നമ്മളിൽ വരുന്നില്ല. വേണ്ടും പോലെ പരിജ്ഞാനം നമ്മൾ വരുന്നില്ല. ഹാലയിലെ കാരണം എന്നോട് ദൈവം ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഒരിക്കൽ ദൈവം എനിക്ക് ഇങ്ങനെയാ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചിന്തിക്കും എന്ന് അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹൃദയത്തിലെ കാര്യം പറയുന്നത്, കൊണ്ട് പറയുന്ന കാര്യമല്ല. പിശാചിനെ സമയത്ത് നമ്മൾ വായ കൊണ്ട് പറയുന്ന കാര്യം മാത്രമേ അവന് പിടിക്കാൻ പറ്റൂ. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ഒന്നും പറ്റരുത്. അവൻ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുതന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ അവന് പറ്റും വിപരീതമായിട്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ ചിന്തകളെ തിരിച്ചറിയാൻ അവന് പറ്റത്തില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. നമ്മൾ ഇപ്പൊ ചിന്തിച്ചില്ല, ഇപ്പൊ ചിന്തിച്ചത് പറഞ്ഞതുമല്ല. നമ്മൾ ഇന്ന് വൈകിട്ട് 5 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം 10 മണിയാകുമ്പോൾ എന്ത് ചിന്തിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അത്രയും വലിയ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആ ദൈവമാണ് ഹല്ലേലൂയ സ്വർഗാദി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തിയത്. ആ ഒരു കർത്താവിനെ ഫോളോ ചെയ്യുന്ന കർത്താവിനെ അനുസരിച്ച് നടക്കുന്ന കർത്താവിന്റെ മക്കൾ എന്ന് പറയുന്ന നമ്മൾ എത്ര പേർക്ക് ഈ താഴ്മയും വിനയവും ഹാലയിലെ മനസ്സലിവും സഹാനുഭൂതിയും ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി എനിക്ക് വേണു പാസ്റ്റർ ഒത്തിരി നാളുകൂടി ഞാൻ മീറ്റിംഗ് വേണു പാസ്റ്റർ പറയുന്നുണ്ട്, ജഡത്തെ അനുസരിച്ച് നടക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ജഡത്തെ അനുസരിച്ച് നടക്കുന്നത്? അപ്പൊ ആരോ പറഞ്ഞു ജഡത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. മറ്റേ ഗലാത്യ ലേഖനം പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു അത് ജഡത്തിന്റെ സ്വഭാവങ്ങളാണ്, മറ്റേ ആത്മാവിന്റെ സ്വഭാവങ്ങളിൽ ഫലം എന്ന് പറയും. പക്ഷെ ജഡത്തെ അനുസരിച്ച് നടക്കാന്ന് വെച്ചാൽ എന്താ ജഡീകമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് നടക്കുന്നതാണ് ജഡത്തെ അനുസരിച്ച് ജഡീകമായ സ്വഭാവം എന്ന് പറയും. പഞ്ച ഇന്ദ്രിയം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് പോലെ നടക്കുന്നു, കേൾക്കുന്നത് പോലെ മനസ്സിലാക്കുന്നു, തൊടുന്നത് പോലെ, രുചിക്കുന്ന പോലെ, മണക്കുന്ന പോലെ. എന്താണ് നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് വരുന്ന അതിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ജഡപ്രകാരമുള്ള. പക്ഷെ ആത്മപ്രകാരമുള്ള മനുഷ്യരെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചല്ല, നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും പറ്റുന്ന കാര്യം ഇമാജിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ചുമ്മാ നിന്ന് വിശ്വാസം വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചുമ്മാ നിന്ന് വിശ്വാസം വിളിച്ചു പറഞ്ഞ വിശ്വാസത്താൽ നടക്കുന്ന മക്കളാകത്തില്ല. കാരണം വിശ്വാസിയുടെ ഉള്ളിലേക്ക് വിശ്വാസം വരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലെ റെവലേഷൻസ് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ട് ആത്മമണ്ഡലത്തിലൂടെ അതിനെ കണ്ടുകൊണ്ട് എന്താ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കാഴ്ചയല്ല വിശ്വാസം കാണാത്തതിന് വിശ്വാസം എന്ന് ആശിക്കുന്ന കാണാത്ത കാര്യങ്ങൾ നിശ്ചയമെന്ന് അത് എവിടുന്ന് കിട്ടുന്നു? അത് എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന റെവലേഷനാണ് അത്. അതിനെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ
മനുഷ്യൻ ആത്മ കണ്ണുകൊണ്ട് വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അവിടെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, അതിനകത്താണ് ജീവനുള്ളത്. ഇന്നലെ അത് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര, നമ്മൾ രാവിലെ ഇന്നലെ സംസാരിച്ച അതേ സബ്ജക്ട് തന്നെ ഏകദേശം വന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ പറയുക, ആ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വ്യാപരിക്കാൻ തുടങ്ങും. അവിടെയാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. നമ്മുടെ മുമ്പിൽ ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അല്ലാതെ റേഞ്ചർ റോവർ നാളെ എനിക്ക് ചുവന്ന കളർ റേഞ്ചർ റോവർ ദൈവം തരും, വിശ്വാസത്തെ വിശ്വസിക്കുകയാണ്, ഞാൻ കാണുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പാസ്റ്റർ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് എന്താ ദൈവത്തിന്റെ സകലവിധ നന്മകൾക്കും നമ്മൾ അവകാശികളാണ് എന്ന് വചനത്താൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ റെവലേഷൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ, നമ്മൾ പറയുന്നെങ്കിൽ നമുക്ക് സാധിക്കും. ഇന്ന് പലരും വിശ്വസിച്ചാൽ മതി കിട്ടും, വിശ്വസിച്ചാൽ മതി കിട്ടും, ചുമ്മാ വിശ്വസിച്ചാൽ ഒന്നും കിട്ടത്തെ. വിശ്വാസം സങ്കല്പമായി മാറരുത്. ഇതൊക്കെ കഥയായി കേട്ട്, ഞാൻ എപ്പോഴും പറയും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ടിട്ട് നമ്മൾ അതുപോലെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ നമ്മളൊരു കേട്ടോണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വചനം കേൾക്കും, ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ദൈവം വചനത്തിന്റെ റെവലേഷൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ ഹല്ലേലൂയ, ആത്മാവിൽ വചനം ഇവിടെ യേശുക്രിസ്തു എങ്ങനെ ജനിച്ചു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക്, വചനം, എഴുതപ്പെട്ട വചനം, പറയപ്പെട്ട വചനം, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ലൂടെ അവിടെ പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു ജനനത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ ഇങ്ങോട്ട് പല പ്രവാചക പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട വചനമാണ്. അതെപ്പോ നിവർത്തിയായെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് മറിയുടെ മേൽ വന്നപ്പോൾ നിവൃത്തിയായി. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു ലൂക്കോസിന്റെ പുസ്തകം എടുത്തിട്ട് പള്ളിയിൽ ചെന്നപ്പോൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ എഴുതിയ ഭാഗം വായിച്ചിട്ട്, ഇത് വചനത്തിന് ഇപ്പോൾ നിവർത്തി വന്നു. പറഞ്ഞ് വായിച്ച് അതിനെക്കുറിച്ച് ഡിക്ലെയർ ചെയ്ത് അതിനെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയത്, പരിശുദ്ധാത്മ പ്രാപിച്ചതിന് ശേഷമാണ് പരിശുദ്ധാത്മ അതിനെ റിവീൽ ചെയ്തിട്ട് യേശു കർത്താവിനെ അത് വായിച്ചപ്പോൾ ഈ വചന നിവർത്തി. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം. എന്താ കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം, അല്ലെങ്കിൽ വിധരന്മാർക്ക് വിടുതലും അങ്ങനെയൊക്കെ വന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആ വചനം വായിച്ച് അതിന് നിവർത്തി വന്നു എന്ന് ആ പരിശുദ്ധം അത് വെളിപ്പെടുത്തി ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചു തുടങ്ങിയത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. വചനം നമ്മൾ വായിച്ച് ആമേൻ നമ്മൾ അത് പറയുമ്പോൾ ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലേക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഏതുകൊണ്ട് ഹല്ലേലൂയ. കാരണം 7-ാം അധ്യായം വായിച്ചാൽ മാത്രമേ അതെങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിന് ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുയേശുവിലേക്ക്. എന്നിട്ട് താഴോട്ട് പറയുന്നുണ്ട്, വീണ്ടും ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ, ജീവന്റെ ആത്മാവിന്റെ എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നു. എന്താ? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇതിന്റെ ക്രിസ്തുയേശുവിലേക്ക്. അപ്പൊ അവിടെ മുമ്പ് പൗലോസപ്പോ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നല്ല നന്മ ചെയ്യണം നിശ്ചയിച്ചാൽ ആഗ്രഹിക്ക തിന്മയത്തെ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് ഇപ്പോൾ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു നമ്മുടെ ശരീരത്തിൽ ഒരു പാപത്തിന്റെ പ്രമാണം എപ്പോഴും നിൽക്കുന്നുണ്ട്. ആ പാപത്തിന്റെ പ്രമാണം നമുക്ക് ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ എങ്ങനെ ജയിക്കാൻ കഴിയുന്ന ദൈവത്തിന് ആത്മാവിന്റെ പ്രമാണത്തിൽ മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞു വന്നേഷം അങ്ങനെ ജയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനിലാണ് ഹല്ലേലൂയ. അങ്ങനെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ജയിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് ക്രിസ്തുയേശുവിലേക്ക് ശിക്ഷാവിധിയില്ല. പാപത്തിലൂടെ നടക്കുന്ന മനുഷ്യനല്ല. അതുകൊണ്ട് ഇവിടെ പിന്നെയും എടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. അവിടെ എന്താ? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരും. അപ്പൊ ക്രിസ്തുയേശുവിലൂടെ മാത്രമേ ഹല്ലേലൂയ ഒരു പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ സ്വാതന്ത്ര്യം വരുത്തി. ഈ സ്വാതന്ത്ര്യം വരുത്തി പറയുന്നത് ഇവിടെ പറയാ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്താ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്താ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ജീവൻ എവിടെ ഉണ്ടാകുന്നത്? ഹല്ലേലൂയ. വചനത്തിൽ തന്നെയാണ് ജീവനുള്ള. ആ വചനത്തിൽ ജീവൻ എങ്ങനെ വെളിപ്പെടുന്നത്? ആത്മാവിടെ ചേരുമ്പോഴാണ് ജീവനുള്ള. അപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തെ പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ജീവൻ വെളിപ്പെട്ടാൽ മാത്രമേ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുള്ളൂ. നമ്മളൊരു വചനം വിശ്വസിച്ച് യേശു കർത്താവെന്ന് വിളിച്ചു പറയണമെങ്കിൽ
ഹല്ലേലൂയ. ആമേൻ. നമുക്ക് സ്വാതന്ത്ര്യം, അപ്പൊ ആ പാപത്തിന്റെ മരണത്തെ പ്രമാണത്തിൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാ? ജീവന്റെ ആത്മാവിന്റെ. അപ്പൊ ജീവൻ അവിടെ വെളിപ്പെടുമ്പോൾ മാത്രമേ അവിടെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം താഴെ വീണ്ടും പറയുന്നു, ജഡത്താലുള്ള ബലഹീനത്തെ ന്യായപ്രമാണത്തിൽ കഴിയാത്ത സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിൽ സാധിച്ചതും പാപം നിമിത്തം അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം വരുത്താൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം എന്താ ചെയ്തത്? സ്വന്തം പുത്രനെ ഇങ്ങോട്ട് അയച്ചത്. എങ്ങനെ അയച്ച്? നമ്മൾ ഏത് ജഡത്തിലാണോ അതേപോലെ ജഡത്തിൽ. നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് എന്താ? ഈ ജഡം. കാരണം എന്താ? ഈ ജഡത്തിന് 5 സെൻസുകൾ ഇരിപ്പുണ്ട്. ഈ സെൻസുകളിലൂടെ കാണുകയും കേൾക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? അത് നമ്മുടെ കണ്ണ് നമ്മളെ ഇത് കാണാൻ പ്രേരിപ്പിക്കും. അപ്പൊ പ്രേരിപ്പിക്കുന്ന മാത്രം കണ്ണുകൊണ്ട് മാത്രം കണ്ടുകൊണ്ടായില്ല. അപ്പൊ അത് പറയുന്ന കാര്യങ്ങൾ ചിരിക്കുന്ന എപ്പോഴും എന്നാ ചെവി കൊണ്ട് കേട്ടിട്ടാ ചിരിക്കുന്നത്. കാണുന്നേക്കാട്ടി കൂടുതൽ അവര് പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മൾ ചിരി. ഇപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് സാറമ്മ സിസ്റ്റർ കാണാം, ബാക്കിയുള്ളവരൊക്കെ ക്യാമറ ഓഫാക്കി വെച്ചത് എല്ലാവരും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഹാലേലൂയ. പക്ഷേ എങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങളെ മുഖം കാണുന്നില്ല, കേൾക്കുന്നു. അപ്പൊ കാണുന്ന കേൾക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഒരു ഭക്ഷണം ഇഷ്ടപ്പെടുന്ന എപ്പോഴും കൂടുതൽ നമ്മൾ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അതിന്റെ സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് കയറുമ്പോഴാണ് അല്ലേ? എന്റെ മോള് മിക്കവാറും ഉറക്കത്തിലേക്ക് കിടക്കും. ഞാൻ കുക്ക് ചെയ്യുന്നൊക്കെ അമ്മ എന്തോ ഉണ്ടാക്കുന്ന അവിടെ കിടന്ന് വിളിച്ചേക്കാണ്. കാരണം ഈ സ്മെല്ല് അകത്തോട്ട് ചെല്ലുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലാണെങ്കിൽ, ഒരു ബാഡ് സ്മെല്ലാണെങ്കിൽ നമ്മൾ മൂക്ക് തപ്പി പിടിക്കും. പക്ഷെ നല്ല സ്മെല്ലാണ് നമ്മൾ വിളിച്ച് കേട്ട് പറയാം. ഇത് ഒക്കെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജഡീകമായ സ്വഭാവങ്ങൾ ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ റോമാലേഖനത്തിൽ പഠിപ്പിക്കുന്ന നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ, താഴോട്ട് വരുമ്പോൾ വായിക്കുമ്പോൾ പറയാം, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ന്യായപ്രമാണത്തിൽ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. അപ്പം ജഡ സ്വഭാവമുള്ള ജഡത്തിനുള്ള, ആത്മസ്വഭാവമുള്ള ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും തന്നെ. അപ്പൊ ജഡത്തിന്റെ ചിന്ത മരണം. ഇപ്പം ഞാൻ പറയാം, ജഡീകമായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുന്നതെങ്കിൽ ഞാൻ എന്ന വിചാരം വരുന്ന ജഡത്തിന്റെ സ്വഭാവമാണ്. എനിക്കെന്നുള്ള ചിന്ത വരുന്ന ജഡത്തിന്റെ സ്വഭാവമാണ്. കാരണം കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്കറിയാം, ദൈവം എന്തിനെ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏൽപ്പിച്ച് തന്നുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. പുത്രനെ എങ്ങനെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, സ്വന്തം പ്രാണൻ കൊടുത്ത് അവസാനത്തുള്ള രക്തം വരെ കൊടുത്തു. പുത്രന്റെ സ്നേഹം നമ്മളോട് വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാ എങ്ങനെ സ്നേഹം വെളിപ്പെടുത്തുക വെച്ചാൽ, നമ്മുടെ ഈ ചെറിയ നമ്മൾക്കുള്ളിൽ വന്നിരുന്നു നമ്മൾ കാണിക്കുന്ന എല്ലാ കുരുത്തക്കേടുകൾക്ക് അല്ലെങ്കിൽ പറയുന്ന കേൾക്കുന്നതായ എല്ലാ സകലവും സഹിച്ചുകൊണ്ട് ഇതിനുള്ളിൽ ഇരുന്ന് നമ്മളെ സ്നേഹിക്കപ്പെടും. എന്നിട്ട് നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന് നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മളെപ്പോഴും വീമ്പളൊക്കെ പറയാറുണ്ട്. ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണെന്ന് എന്ന് പറയാറുണ്ട്. ദൈവത്തിന്റെ പുത്രത്വത്തിലാണെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? ഈ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ അറിയാണ്ട് പോലും ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, ദൈവത്തിന്റെ മനസ്സല്, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ഇതൊക്കെ നമ്മളിലും ഉണ്ടാകേണ്ട സ്വഭാവം. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആത്മാവിന്റെ ഫലത്തിലായിരിക്കണം നമ്മൾ നടക്കണം. ഫലത്തെ നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ഫലമില്ലാത്തതൊന്നും ദൈവത്തിന്റെ അല്ല എന്ന് കൃത്യമായി നമ്മൾ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ അറിയാണ്ട് പലപ്പോഴും പിശാചിന് ആക്സസ് ആയി മാറാറുണ്ട് കേട്ടോ. നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ, ഞാൻ ആരോടെ കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല, ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയാണല്ലോ എന്ന് പറയും. പക്ഷേങ്കിൽ
സ്വന്തം കാര്യം നോക്കിയിട്ട് ജീവിക്കുന്നത് മാത്രമല്ല. യാക്കോബിന്റെ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യണമെന്ന് ഹല്ലേലൂയ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ചെയ്യേണ്ട കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാണ്. നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെ കടമകൾ പലതും ചെയ്യുന്നില്ല. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോഴും പഠിപ്പിച്ച് രണ്ടുള്ളവനും ഇല്ലാത്തവനും കൊടുക്കണം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പലയിടത്തും ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസികൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, അത് വിശ്വാസികളെ ലീഡ് ചെയ്യാൻ ദൈവം നിർത്തിയിരിക്കുന്ന ലീഡേഴ്സായിട്ട് നിൽക്കുന്നവർ പോലും ഹല്ലേലൂയ, പാസ്റ്റേഴ്സ് ആണെങ്കിലും പ്രവാചകൻ എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല ശുശ്രൂഷക്കാർ പോലും ഹല്ലേലൂയ, അവര് കർത്താവ് കാണിച്ച മാതൃകയെല്ലാം മറന്നു പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ചുമ്മാ ഇങ്ങനെ സംഭാഷണം ഞാനും മോളും കൂടെ സംസാരിക്കുന്ന സമയത്ത് പല കാര്യം ഞാൻ പറയുന്നത് നെഗളം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പലരിലും കാണാറുണ്ടത്. പ്രകടമായി തന്നെ കാണാറുണ്ട്. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമാണത്. അതുപോലെ തന്നെ സ്വസ്നേഹം നമ്മളെല്ലാവരിലും ഉണ്ട്. അവർ മാത്രം പറഞ്ഞു, നമ്മളെല്ലാവരും ഉണ്ട്. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ കാര്യങ്ങൾ ഇത് സ്വസ്നേഹം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ്. ദൈവം ഒരിക്കലും അങ്ങനെയല്ല. ദൈവം കാണിച്ച മാതൃക അങ്ങനെയല്ല. ദ്രവ്യാഗ്രഹം എന്തുകൊണ്ട് ദ്രവ്യാഗ്രഹം? നമ്മൾ അധികം സമ്പാദിക്കാൻ പോകുന്ന ആഗ്രഹം ദ്രവ്യാഗ്രഹമാണെങ്കിൽ ഉള്ളതാർക്കും കൊടുക്കാത്തതും ദ്രവ്യാഗ്രഹം തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും പലപ്പോഴും അർഹതപ്പെട്ട പലരും നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ നമുക്കറിയാം അവർ അർഹതപ്പെട്ടെന്ന് അറിഞ്ഞിട്ട് പോലും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആരെൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാവരും അങ്ങനെ ഞാൻ ഒരിക്കലും അല്ല. നമ്മൾ നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ പോയി കഷ്ടപ്പെടുന്ന അനേകർ സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വകയില്ലാതെ എന്നിട്ടും ദൈവത്തിന് വേണ്ടി ഉള്ളതെല്ലാം വിറ്റ് കളഞ്ഞ് ഉള്ളതെല്ലാം വേണ്ടെന്ന് ഉപേക്ഷിച്ച് കുടുംബത്തിൽ നിന്ന് കൊടുക്കാവുന്ന സ്വത്തുക്കൾ പോലും ഈ മാർഗത്തിലേക്ക് ഒന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പലപ്പോഴും പലയിടത്തും വാടകയ്ക്ക് താമസിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അത് ദൈവവേല ചെയ്യുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ അവരൊന്നും അറിയുന്ന പോലുമില്ല. നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇന്നും ഫ്രെയിമിൽ നിന്ന് വലിയ സെലിബ്രിറ്റികളായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ മാത്രം അറിയുന്ന, അവരുടെ പിന്നാലെ നടക്കുന്ന, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്. ഇവിടെ പണ്ട് ഞാൻ ദൈവസ്നേഹം പറഞ്ഞ ആർട്ടിക്കിൾ എഴുതിയ സമയത്ത് നിങ്ങളൊക്കെ വായിച്ചാണോ നിൽക്കുന്നത്? പണ്ട് ഇട്ടിട്ട് അതിനകത്ത് തന്നെ എഴുതി, ഇവിടെ ഞാൻ കാണാറുണ്ട് സെലിബ്രിറ്റികളായ പാസ്റ്റേഴ്സ് വരുമ്പോൾ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഭയങ്കര മത്സരമാണ്. അവർ പോകുമ്പോൾ അവർക്ക് അത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ, അവരെ വിളിക്കാനായിട്ട്, അവരെ വീട്ടിൽ വിളിച്ച് ഫുഡ് കൊടുക്കാനായിട്ട് അങ്ങനെ എല്ലാവരും മത്സരിച്ച് കിടന്ന് ഇങ്ങനെ ഓടുന്നു. ഞാൻ കണ്ടിട്ട് വന്ന് കെഞ്ചുന്ന പാസ്റ്റർ, ഒരു 5 മിനിറ്റ് മതി പാസ്റ്റർ, 10 മിനിറ്റ് മതി പാസ്റ്റർ, ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടൊക്കെ. ഹല്ലേലൂയ. ഈ കാണിക്കുന്ന കാണിക്കൽ സ്വന്തം സഭയിൽ പട്ടിണി ആയിരിക്കുന്ന വിശ്വാസികളായിട്ട് പലരും ഭക്ഷണം കഴിക്കാനില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? നിങ്ങളൊക്കെ പ്രവാസത്തിലുണ്ടായിരുന്ന ആൾക്കാരല്ലേ? അവിടെ നല്ല പാസ്റ്റേഴ്സ് നമ്മുടെ വീട്ടിൽ വരെ വന്നിട്ടേ പോകത്തുള്ളൂ. നമ്മളൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, മനോദയം പറയാം, പണ്ടുകൂടെ ഏതെങ്കിലും പാസ്റ്റേഴ്സ് മിനിസിസ്റ്റർ കണ്ടിട്ടേ പോകത്തുള്ളായിരുന്നു, വീട്ടിൽ വന്നിട്ടേ പോകത്തുള്ളായിരുന്നു. കാരണം വെച്ചാൽ അന്ന് നല്ല വണ്ടി, നല്ല ഇതും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും വരും. പക്ഷേ ഇന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ നമുക്കറിയാൻ പറ്റും. അപ്പൊ എവിടെയാണ് അവരുടെ കണ്ണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ ഇത് വന്നത്? ഈ സ്വഭാവം എവിടുന്ന് വന്നു? ദൈവം പഠിപ്പിക്കാത്തത് എവിടുന്ന് വന്നു? ദൈവം പഠിപ്പിക്കാത്ത എവിടുന്ന് ഇന്ന് സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി? തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് നമ്മൾ കണ്ടാൽ മൈൻഡ് ചെയ്യാതെ അതിനോട് മനസ്സലിവ് കാണിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പലതിൻ്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു, സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സ്വഭാവം എവിടുന്ന് വന്നു നമ്മുടെ ഉള്ളിലേക്ക്? എന്നിട്ട് നമ്മൾ പറയുന്ന വാക്കെന്താ? ദൈവത്തിന്റെ മക്കൾ, ഞങ്ങൾ ആത്മീയരാണ്. ഒരു ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. എങ്ങനെ അത് വിവേചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയരെന്ന് പറയാൻ കഴിയുന്നു? ഒരാളുടെ സങ്കടം, ഒരാളുടെ വിഷമം, ഒരാളുടെ ബുദ്ധിമുട്ട്, ഒരാളുടെ പ്രയാസമായിക്ക് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കത്തില്ല, അവന് അല്ലാതെ സമാധാനമില്ലാതൊരു വ്യക്തി ഇരിക്കുന്ന, അവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവൻ്റെ ഉള്ളിൽ സങ്കടം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവനെ കാണുമ്പോൾ വാ കൊണ്ട് പറഞ്ഞാലേ അതെനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയും. നമ്മൾ ആത്മീയരെന്ന് വിളിക്കാൻ നമ്മൾ യോഗ്യരല്ല. നമ്മളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി.
നമ്മൾ ഇവിടെയൊക്കെ നിങ്ങളിലൊക്കെ പോകുന്ന വളരെ പണ്ട് മുതലേ ഉള്ള അല്ലെങ്കിൽ ഒത്തിരി വലിയതൊക്കെ അല്ലാത്ത സഭകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരെ പോലും നമുക്ക് ശരിക്കും തിരിച്ചറിയുന്നില്ല. പക്ഷേ നമ്മുടെ അടുത്ത് വന്ന ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ, മിക്കവാറും എൻ്റെ ഒരു സൈഡ് എപ്പോഴും മോള് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡിൽ ആരെങ്കിലും വന്ന് പക്ഷെ അവർക്ക് പിന്നെ കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവം എനിക്ക് പെട്ടെന്ന് വെളിപ്പെടുത്തും അതിനുള്ളിൽ അവരുടെ ഉള്ളിലുള്ള അപ്പോഴത്തെ ആ വിഷമോ ആണെങ്കിൽ അവരായിരിക്കുന്ന അവസ്ഥയാണെങ്കിലൊക്കെ. അപ്പം ഞാനിങ്ങനെ ചിലപ്പോൾ പറയാൻ പറ്റുന്നവരാണ്, ചിലപ്പോൾ പറഞ്ഞല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ പോയിട്ട് ഞങ്ങളുടെ ഒരു പാസ്റ്ററോട് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യും, പാസ്റ്റർ ഇന്നതുപോലെ എൻ്റെ അടുത്ത് നിന്ന് ഇന്ന വ്യക്തിയാണ്, അവരെ കുറിച്ച് ഇങ്ങനെ പാസ്റ്റർ ഒന്ന് വിളിച്ചേർക്കണം, പ്രാർത്ഥികൾ ഇതൊന്നും അവരോട് പറയണം എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ദൈവം നമ്മളോട് പറയും. എന്താ നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി. നമ്മൾ ഒരാളുടെ കൈ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, അവരുടെ ഉള്ളിലെ സങ്കടം എന്താ, കർത്താവ് എന്നോടൊന്ന് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ അതൊന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും. എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റും. പക്ഷെ നേരത്തെ പ്രവർത്തിക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ പ്രവർത്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ചിലപ്പോൾ ഒരു രോഗമായിരിക്കും, ചിലപ്പോൾ അവർക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരു വിഷമമായിരിക്കും, ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വേദനയായിരിക്കും. ഹല്ലേലൂയ. ഇന്നലെ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ട ആ കുഞ്ഞിന്റെ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ അന്നേരം തുടങ്ങി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു ആ കുഞ്ഞ് എവിടെയോ കണ്ടേക്കുന്നത്. അല്ല അന്നേരം ഇന്നലെ വൈകിട്ട് ഞാൻ രാത്രി ഇങ്ങനെ യൂട്യൂബ് എടുത്തപ്പോൾ ഇത് അതേപോലെ ഹെയർ സ്റ്റൈലിൽ മുടി വെട്ടുന്നൊരു വീഡിയോ എൻ്റെ മുമ്പിലേക്ക് വന്നു. ആ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഞാൻ പറയാം, കുഞ്ഞുങ്ങളുടെ മുടി ഇങ്ങനെ ഇങ്ങനെ ആ പെൺകുട്ടികളുടെ മുടി ഇങ്ങനെ ക്രോപ്പ് അതുപോലെ വെട്ടിയിട്ടേക്കും 4 സൈഡ്. അത് ഞാൻ ആ വീഡിയോ പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് ആ ഒരു കാര്യമില്ല, കൊച്ചിൻ്റെ മുടി വെട്ടുന്ന ഹാലിൽ ആരും വീഡിയോ എടുത്തിട്ട് അതേപോലെ ഹെയർ കട്ട് ചെയ്യുന്ന കാണാനിടയിൽ. അപ്പൊ എനിക്ക് ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുക ചെയ്തു ആ കുഞ്ഞിനെ കുറിച്ച്. അല്ലെ ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോ കണ്ട സമയം തന്നെ എൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിന്റെ മുഖമാണ്. ഞാൻ എവിടെയാണ് കണ്ടിട്ടുണ്ടോന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ട്, വേറെ എപ്പോഴോ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വെളുത്തൊരു നല്ല ഒരു ആൺകുട്ടിയാണ്. പക്ഷെ അതിന്റെ മുടി കണ്ടായിരുന്നു, അല്ലെങ്കിൽ നീളമുള്ള ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്ന ക്രോപ്പ് ചെയ്തൊക്കെ ഇട്ടേക്കുന്ന ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവാത്മ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിഷം കണ്ട് നമ്മൾ അതിനെ കണ്ടങ്ങ് കളയുകയല്ല ചെയ്യുന്നത്, അത് നമ്മുടെ ഉള്ളിൽ കിടക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന പല പേരുകൾ അത് കളയുകയല്ല വേണ്ടത്, നമ്മുടെ ഉള്ളിൽ കിടക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കും അവരുടെ ജീവിതത്തെ വിട്ടുവീക്കുന്നത്. നമ്മൾ എണ്ണിപ്പറക്കി എല്ലാ ദിവസവും നമ്മുടെ കാര്യങ്ങൾ പറയും. ഹല്ലേലൂയ. നിർത്തി വെച്ച് പ്രാർത്ഥിക്കും നമ്മൾ. പക്ഷേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നാം എത്ര സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന സമയം കൂട്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വാക്കി പറഞ്ഞു നിർത്താൻ പഠിക്കും. ഹല്ലേലൂയ. അല്ലെ 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് നിർത്താൻ പഠിക്കുക. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ കയ്യിലേക്ക് എല്ലാം ഒറ്റ മിനിറ്റ് വേണം. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അവർക്ക് വേണ്ടിയിട്ട് ഇടിവിൽ കയറി നിൽക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര വ്യത്യാസം വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ഇവിടെ പറയുന്നത് ആ ജഡത്തിന്റെ ചിന്ത, ജഡത്തെ അനുസരിച്ച് നമ്മൾ നടക്കുന്നെങ്കിൽ എന്ത് പറ്റും? മരണം തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ നിത്യജീവിതത്തിലേക്ക് അങ്ങ് പോകും, എറ്റേണൽ ലൈഫ് നമുക്ക് കിട്ടും. ഇവിടെയൊക്കെ ഇപ്പൊ നമ്മൾ ജഡീകമായ സ്വഭാവത്തിലൊക്കെ നമുക്ക് ഉണ്ട്. നമ്മൾ ജഡീകമായ സ്വഭാവം നിങ്ങൾ ആകെപ്പാട് കയറി വരുന്ന ഒരു 3-4 കാര്യങ്ങൾ മാത്രം കയറി വരുന്നത്. എന്താ? ജഡത്തിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, വ്യഭിചാരം, കൊലപാതകം, മോഷണം, അതൊക്കെയാണ്. പക്ഷെ അല്ല, ആത്മാവിനെ അനുസരിക്കാത്തത് എല്ലാം ജഡത്തിന്റെ സ്വഭാവങ്ങളാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന ജഡത്തിന്റെ സ്വഭാവങ്ങളാ. ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കാത്ത ജഡത്തിന്റെ സ്വഭാവങ്ങളാ. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ എന്തൊക്കെ ആകണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു അത് ആകാതിരിക്കുന്ന ജഡത്തിന്റെ സ്വഭാവങ്ങളാണ്. അതാകാൻ വിടാത്ത ജഡത്തിന്റെ സ്വഭാവമാണ്. ജനം എപ്പോഴും ആത്മാവിന് പ്രതികൂലമാണ്. ആത്മാവ് നമ്മളോട് അത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ജനം നമ്മളെ അങ്ങനെ വിടാതെ പിടിച്ചു നിർത്തുന്നെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ ഉൾപ്പെടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും ആത്മാവ് പറയുമ്പോൾ നമ്മൾ അതിനെ ചുമ്മാ അവിടെ ഇരിക്കുക, ഒന്നും മിണ്ടായിരിക്കുക, ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ മാറണം. ഞാൻ പറഞ്ഞ ഒരിക്കലും എനിക്ക് ദൈവം എന്നോട് ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ കുറെ നാളായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം നിന്റെ കുഞ്ഞിന് നീ ഫുഡ് കൊടുക്കാൻ, എപ്പോഴൊക്കെ ഫുഡ് കൊടുക്കാൻ എടുക്കുമ്പോൾ നീ മറ്റൊരു കുഞ്ഞിന്റെ മുഖം കൂടെ മനസ്സിൽ ഓർക്കണം. നിന്റെ കുഞ്ഞിനെ ഒരു സ്ട്രെസ് വാങ്ങാൻ പോകുമ്പോൾ നീ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ഓർക്കണം. അവർക്ക് വേണ്ടി കൂടെ കരുതണം, അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റണം. അങ്ങനെ ചെയ്യണമെന്ന് ദൈവം എനിക്ക് എന്നോട് സംസാരിച്ച് പഠിപ്പിച്ച കാര്യമാണ്.
നമ്മൾ എത്രയോ രൂപ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ മടിയില്ല. പക്ഷെ മറ്റൊരു കുഞ്ഞിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറയുമ്പം എത്ര പേർക്ക് അതിന് സാധിക്കുന്നുണ്ട്? അപ്പോൾ നമ്മൾ അതുപോലെ റോഡിൽ കൂടെ നമ്മൾ ഇപ്പോഴൊക്കെ നമ്മൾ റോഡിലൊക്കെ ഈ അനാഥ കുട്ടികൾ അല്ലെങ്കിൽ പിശവെടുക്കുന്ന കുട്ടികളൊക്കെ കാണാത്തത്. പണ്ടൊക്കെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അല്ലെ അങ്ങനെ ഇപ്പോഴും നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോഴത്തെ കാലത്ത്? അങ്ങനെയൊക്കെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ സിസ്റ്റർ? ഉണ്ട്. ഈ യുഎഇക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. എന്തിനാ കണ്ണു തുറന്നാൽ മതി, ഇറങ്ങിയാൽ മതി, കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഉടനെ നമ്മൾ വിശുദ്ധരായെന്നോ ദൈവത്തിന്റെ മക്കളായെന്നോ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത ഇന്നത്തെ പ്രഭാതത്തിൽ അങ്ങ് കളഞ്ഞേക്കണം എല്ലാവരും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ വചനമനുസരിച്ച് ജീവിച്ച് ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മക്കളാണ്, അതുകൊണ്ട് ഞാനങ്ങ് നേരെ ഉടലോട് സ്വർഗ്ഗത്തിൽ പോകുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത എടുത്ത് കളയുക. അങ്ങനെ ചിന്തിക്കുന്നവരാരും പോകത്തില്ല. ഞാൻ നല്ല വേദനയോടുകൂടി തന്നെ ഇത് പറയുന്നു. പലരുടെ അനുഭവങ്ങൾ കേൾക്കാം. പലരും നമ്മളോട് സങ്കടം പറയുമ്പോൾ പലരും വിളിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ പോകുന്നത് ഞാൻ പറയും, ഞാൻ എന്നെ ഇതാക്കി പറയാം, ഞാൻ പറയാം എന്റെ ഭവനത്തിൽ ഇന്നും ഹല്ലേലൂയ ആര് വന്നാലും ഹല്ലേലൂയ ഇവിടെ ഉള്ള ഭക്ഷണം ഹല്ലേലൂയ അത് അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ ഞാൻ എപ്പോഴും ഇവിടെ വരുന്നവർക്ക് ഒരു നേരം അവർക്ക് എന്തെങ്കിലും അത് കൊടുക്കാതെ വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. പക്ഷെ ഞാൻ പറയും ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും, പക്ഷെ അതുകൊണ്ട് ദൈവം എനിക്ക് കൃപയാൽ ഞാൻ പറയാ എത്ര ബുദ്ധിമുട്ടുകൾ എത്ര പ്രയാസങ്ങൾ പോയാലും ഇന്ന് വരെ ഭക്ഷണത്തിന് എനിക്ക് ബുദ്ധിമുട്ട് ദൈവം വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഉള്ള മനസ്സ് നമ്മൾ കാണിക്കണം അത്. നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് മാത്രമല്ല. പലപ്പോഴും ഞാൻ പണ്ടൊക്കെ ഇവിടെ ഞാന് ഈ ഫ്ലാറ്റ് വന്ന സമയത്തൊക്കെ ചോറും കറിയൊക്കെ മേടിച്ചാൽ ഞാൻ എപ്പോഴും എടുത്ത് ടേബിളിൽ കൊണ്ടുവെക്കും എല്ലാം കൂടെ ഇവിടെ. ഹല്ലേലൂയ. കിച്ചണിലേക്ക് കേട്ട് എല്ലാം എടുത്ത് പറക്കി പാത്രത്തോടെ എടുത്ത് അടിച്ച് ടേബിളിൽ കൊണ്ട് ഇവിടെ നമ്മുടെ ശ്രീരാജ് ഫാമിലി കുറേ ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കത്തൊന്നുമില്ല. അവരത് ഹല്ലേലൂയ വിളമ്പി കഴിച്ച് ഫുള്ള് കാലിയാക്കിയിട്ട് പോകാറുണ്ട് പലപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര സ്വാതന്ത്ര്യം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഹല്ലേലൂയ. അപ്പോൾ സിസ്റ്ററും ബ്രദറും ഒക്കെ എവിടെയെങ്കിലും പോയിട്ട് ഉച്ച സമയത്തൊക്കെ ഇവിടെ ഒന്ന് കയറുകയാണെങ്കിൽ ഹല്ലേലൂയ അവര് ഇവിടെ ബാക്കി വെച്ചേക്കണോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവര് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അതെന്ന് വെച്ചാൽ അവർക്കുള്ളൊരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഭവനത്തിൽ കയറി വരുമ്പോഴത്തേന്. കാരണം വെച്ചാൽ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്കും കൂടെ അർഹതപ്പെട്ടയാന്നൊരു ചിന്ത അവിടെ എല്ലാം ഹൃദയത്തിലുണ്ട്. അത് നല്ലതാണ്. ഞാൻ പറയാം ഞാൻ പണ്ട് പോലെ ആ ഒരു ശീലത്തിൽ. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്റേതല്ല എന്ന് ഹല്ലേലൂയ. ഇപ്പോൾ ആരൊരിടത്ത് വന്ന് സ്വാതന്ത്ര്യം കാണിക്കുന്നത്? ഞാൻ ഇപ്പോൾ സാറാ മിസ്റ്ററുടെ വീട്ടിൽ വന്ന് സ്വാതന്ത്ര്യം കാണിക്കണമെങ്കിൽ അവിടെ ഇരിക്കുന്ന എനിക്കും കൂടെ ഉള്ളതാണെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം കാണിക്കത്തില്ല അല്ലേ? നമ്മുടെ ചെങ്ങന്നൂർ ജോളിയാൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ മോളെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുഴലപ്പം തിന്നിട്ട് അവളെ പാട്ടിയോടെ എടുത്തോണ്ട് പോകുന്നത്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അവൾക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ അവൾക്കത് വേണം എടുത്തോണ്ട് പോരാമെന്ന് ഒരു മനസ്സ് തോന്നി. അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാതന്ത്ര്യം വെളിപ്പെട്ടുകൊണ്ട് അത് എടുത്തോണ്ട് പോകുന്നത്. അല്ലാത്തടത്ത് നിന്ന് തൊടത്ത് പോലും ഇല്ല. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അത് നമ്മളുടെ നമുക്കൊരു ഒരുത്തി ചെല്ലും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫ്രീഡമാണത്. കാരണം നമുക്ക് ആ ഫ്രീഡം തോന്നണമെങ്കിൽ നമ്മളോടുള്ള നമുക്ക് അവരുമായിട്ട് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നമുക്ക് വെളിപ്പെട്ടാൽ മാത്രമേ നമ്മളത് ചെയ്യത്തുള്ളൂ. എല്ലായിടത്തും നമ്മളത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. കാരണം അവിടെയൊക്കെ നമ്മുടെ ഹൃദയം നമ്മൾ അതുപോലെ ദൈവം എന്താണ് ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ മക്കളെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആദ്യം വായിച്ച വചനത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഒക്കെ വീണ്ടും ജനിപ്പിച്ചതല്ല, നമ്മൾ ജനിച്ചതാണ്. കാരണം എങ്ങനെ ജനിച്ചു? ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവും കൂടെ നമ്മളെ ഹല്ലേലൂയ ജീവൻ ഉണ്ടാക്കി നമ്മളെ ജനിപ്പിച്ചതാണെങ്കിൽ ദൈവം എന്തിനു വേണ്ടി ജനിപ്പിച്ചു? നമ്മളെ ദൈവമാണ് നമ്മളെ ജനിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ജനിച്ചത് ദൈവത്താൽ ഒരു മനുഷ്യനാൽ അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മൾ ജനിച്ചതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടി ജനിച്ചത്. യേശു കർത്താവ് എന്തിനാ ഭൂമിയിലേക്ക് അയച്ചെന്ന് വെച്ചാൽ ജനത്തിന് വേണ്ടി ജീവിച്ചു മരിച്ചു അതിനുവേണ്ടി കർത്താവ് അയച്ച അതുപോലെ നമ്മൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപികളെ തേടിയാ വന്നത്. ഇന്ന് പെന്തക്കോസ്തുള്ള ഓരോരുത്തർക്കും ഈ പാപികളായിട്ട് ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോയി എത്രത്തോളം മനസ്സ് കാണിക്കുന്നുണ്ടോ? എത്ര പാപികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പല പാപത്തിൽ പെട്ടുകിടക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള സ്വാഭാവികമല്ലാത്ത പല സ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കുന്ന എത്ര ആൾക്കാർ, എത്ര പേരുടെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ മനസ്സുണ്ട്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുന്നു. ഇന്ന് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്ന അടുക്കലേക്ക് വിളിക്കുന്ന എത്ര പേരുണ്ട് പെന്തക്കോസ്തില്? ഇന്ന് അധ്വാനിക്കുന്ന ഭാരം ചുമക്കും കഷ്ടത അനുഭവിക്കുന്നതെന്ന് ആർക്കും വേണ്ട. കർത്താവ് വന്ന് എന്തിനാ? കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃക എന്താ? കർത്താവ് ഒരൊറ്റ വലിയ ആൾക്കാരുടെ വീട്ടിൽ പോയതായിട്ട് നമ്മൾ കാണുന്നില്ലായിരുന്നു.
പാവപ്പെട്ടവന്റെ, മുക്കുവന്റെ, ദരിദ്രന്റെ, കുഷ്ഠരോഗിയുടെ, വ്യഭിചാരിയുടെ, ഹാലേലി ആമി ഹാല ചുങ്കക്കാരന്റെ, പാപികളുടെ അടുക്കലേക്ക് കർത്താവ് പോയതും അവരെയൊക്കെ കർത്താവ് ചേർത്ത് പിടിച്ചതും കൂടെ കൊണ്ട് നടന്നവര് എല്ലാം അങ്ങനെ ഒരു ക്വാളിറ്റിയും ഇല്ലാന്ന് ആമേ ഹാലയില്ലാതെ പത്രോസിനെയൊക്കെ നമുക്ക് കാണുന്നത് വെച്ചാൽ ഒരു മുക്കുവന്റെ സ്വഭാവം എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളെ കടപ്പുറത്ത് ഭാഗത്തേക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ചെന്നാൽ മതി. ആരെ വായി ഒരു നല്ല വാക്ക് പോലും പുറത്തു വരത്തില്ല, അല്ലേ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കടപ്പുറത്തിന്റെ സൈഡിലൊക്കെ നമ്മുടെ സർവീസൊക്കെ ചെയ്ത് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ എന്താ പറയാ, പുഴയെന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടൽപ്പുറവാ. അല്ല അവരുടെ ഭാഷ, നീണ്ടകരയൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. അല്ല അവരുടെ വായന പൊട്ടുകൊച്ചു ഭാഗമൊക്കെ ഉള്ളവർക്ക് പോകുന്നവർക്കൊക്കെ അറിയാം. അവരുടെ വായിന്ന് നല്ലൊരു വാക്ക് പുറത്തു വരുത്ത കേൾക്കുന്നത് പറയുന്നതെല്ലാം അമിഹാലയത്ത് എന്ത് സ്നേഹ സംഭാഷണത്തിൽ പോലും തെരുവ് കൂട്ടി പറയുന്ന ആൾക്കാരാണ്. അതാണ് ഒരു മുക്കുവന്റെ സ്വഭാവം, അല്ലേ? കർത്താവിന്റെ 3.5 വർഷക്കാലം നടന്ന പത്രോസ് ആലേലിയ ആ രാത്രി എന്താ വെച്ചാ തള്ളി പറഞ്ഞെന്ന് മാത്രം പ്രാകുവാനും ആണയിടാനും തുടങ്ങി. ഹാലയില് പ്രാക്കൊക്കെ 1.5 പ്രാക്ക് കേട്ട് കഴിഞ്ഞാല് അപ്പൊ എന്താ, ഇതാണ് ക്യാരക്ടർ. അവരെയാണ് കർത്താവ് ചെയ്തത്. വീണ്ടും ആ പത്രോസിനെ തേടി തള്ളിപ്പറഞ്ഞു 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. കൂടെ ഉണ്ടാകുന്ന ശിഷ്യന്മാരെ കൂടെ പിടിച്ചുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പടകും വല എടുത്തുകൊണ്ട് പഴയ ജോലിക്ക് പോയടത്തേക്ക് വീണ്ടും കടന്നു ചെന്ന് കൂട്ടി മടക്കി വരുത്തുന്ന ഏൽപ്പിച്ച ശുശ്രൂഷയെ ഹാലയില വീണ്ടും ചെയ്യുവാനായിട്ട് മടക്കി കൊണ്ടുവന്ന് അവരെ പറഞ്ഞു കൊടുത്ത് ഇരുത്തി പ്രാർത്ഥിപ്പിച്ച് അഭിഷേകത്തെ പ്രാപിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നിന്ന് ഹാലയിലെ സഭയുടെ ആദ്യത്തെ അപ്പോസ്റ്റലാക്കി എടുത്ത കർത്താവിനെ നമ്മൾ കാണുന്നത്. ഇന്ന് ഒരാള് സഭയിൽക്കുള്ളിൽ എന്തെങ്കിലും കാണിച്ച് അപ്പൊ തന്നെ എടുത്ത് പുറത്ത് കളയുക. ഓ ഹല്ലേലൂയ, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കലേ ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അപ്പൊ നമുക്ക് ഇന്ന് എപ്പോഴും ഹല്ലേലൂയ ഓരോരുത്തരോട് ഹല്ലേലൂയ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ സ്ഥിരമായിട്ടുണ്ടാകുന്ന വരാതിരിക്കുന്നവരൊക്കെ വ്യക്തിപരമായി ഞാൻ വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഹല്ലേലൂയ അവര് മടങ്ങി വരാത്തതിന്റെ കാരണം ഹല്ലേലൂയ അവർക്ക് വളരെ കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. ഹല്ലേലൂയ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എനിക്കറിയാം ഒരു കാര്യം, എനിക്ക് നല്ല ഉറപ്പാണ്, വരാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഹല്ലേലൂയ അവരെ ഓർത്ത് ഒരു അവരെ ഓർത്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ വരും. ഓർമ്മയിലെങ്കിലും നമ്മൾ അത് ചിന്തിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കളയാനായിട്ടോ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ടോ അല്ല ദൈവം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് അവരുടെ മേൽ. ഹാലേലൂയ. നമ്മളതെല്ലാം മറന്നു പോകുന്നത്. അപ്പൊ ഹാലേലൂയ. അപ്പൊ നമ്മൾ ഹാലേലൂയ ദൈവം കർത്താവ് യേശുക്രിസ്തു ജനിച്ചതുപോലെ നമ്മളും വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ ജനിച്ചതിന് ഉദ്ദേശമുണ്ട്. ദൈവമാണ് ജനിപ്പിക്കുന്നത്, മനുഷ്യരല്ല ജനിപ്പിക്കുന്നത്. ദൈവം ജനിപ്പിക്കുന്ന ദൈവത്തിന് പർപ്പസ് ഉണ്ട്. ദൈവത്തിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വിശ്വാസികളും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ഒരു അധ്യായമാണ് റോമയിലെ, പ്രത്യേകിച്ച് 8-ാം അധ്യായം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അധ്യായം അത്. ഞാൻ എന്റെ ഫേവറേറ്റ് ഞാൻ ആദ്യം കേട്ടു ഒത്തിരി അതിന് ഇന്നലെ മോളുണ്ടായി റൊമാലേഖനം എന്തുവാ ഇത് വെളിപ്പാടുകളുടെ ഞാൻ വെളിപ്പാടുകളെന്നല്ല, വെളിപ്പാടുകൾ ആധിക്യമുള്ള പലരെയും രക്ഷയിലേക്ക് നടത്തി രക്ഷയ്ക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് എഴുതിയിരിക്കുന്നതാണെങ്കിലും പലരും രക്ഷയിലേക്ക് വരാൻ കാരണമായിട്ട് റോമല 8-ാം അധ്യായം നമ്മൾ എടുത്ത് റിപ്പീറ്റ് വായിക്കണം. അവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിനെ അനുസരിച്ച് ജഡത്തെ അനുസരിച്ച് ആത്മാവും ജഡം എപ്പോഴും വരും. നമ്മളെ കൊണ്ട് പലപ്പോഴും ആത്മാവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, ജഡം നമ്മളെ കൊണ്ട് ചെയ്യിക്കാത്തത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ 7-ാം അധ്യായത്തിൽ പറഞ്ഞു കണക്ക് നമ്മൾ നന്മ ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുക തിന്മ എത്രയും നമ്മളിത് പുറത്തു വരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ പലതും നന്മ എന്താ, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് പ്രമാണത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടാവും. പക്ഷെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കത്തില്ല ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മൾ മറ്റൊരു കുഞ്ഞിന്റെ ഒരു സങ്കടം കണ്ടിട്ട് നമ്മൾ എന്തും ചെയ്യുമ്പോൾ കർത്താവ് പിശാച് ജഡം നമ്മളോട് നീ ഇത് ചെയ്താൽ നിന്റെ കുഞ്ഞിന്റെ കാര്യം നാളെ എന്താകും, അതിന് നീ എങ്ങനെ കൊടുക്കും, അതിന്റെ പഠിത്തം എങ്ങനെയായിരിക്കും, അതിന്റെ ഇതിനുള്ള പൈസ ഇല്ല, അതല്ലേ ഇതല്ലേ എന്ന് നമ്മളെ കൊണ്ട് ഇത് ആരാ ചിന്തിപ്പിക്കുന്നത്, ചേടാ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ അപ്പൊ ശരിയാണല്ലോ ഈ പറഞ്ഞതൊക്കെ. നമ്മൾ ഇന്നെടുത്ത് നാളെ കുറിച്ച് ആലോചിക്കേണ്ട ദൈവം പറഞ്ഞു ഇന്നെടുത്തിട്ട് നാളത്തേക്കുള്ള എടുത്ത് എല്ലാവരും കൊടുക്കൂ. ഹല്ലേലൂയ. അപ്പം നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നു, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയത്ത്. അപ്പൊ നമ്മൾ എന്താ പറയാ, അവിടെ അവരോട് ആരെങ്കിലും നമ്മളോട് സഹായം ചോദിച്ചപ്പോൾ അയ്യോ സിസ്റ്ററെ എൻ്റെ ഇല്ല കേട്ടോ, അല്ലെങ്കിൽ അയ്യോ ഞാൻ ഭയങ്കര അല്ലെങ്കിൽ നമ്മുടെ അതില്ല കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ കാശ് എന്താപ്പാ ചെയ്യുന്നവിടെ.
ഇച്ഛിക്കാത്ത തിന്മ നിന്റെ നാവിനെ കൊണ്ട് കള്ളം പറയക്കുന്നു. നിന്റെ നാവിനെ ദൈവത്തിന്റെ വചനം പറയാൻ, ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുന്ന നാവിനെ കൊണ്ട് ഫോഷ്ക്ക് സംസാരിക്കുന്നു. ഈ ഫോഷ്കാരുടെ കുറച്ചു നേരത്തേക്കെങ്കിലും പിശാചിന് വിട്ടുകൊടുക്കുന്ന ആൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കാതെ. ഓരോ കാര്യങ്ങൾ ഒരാളെ കാണുമ്പം നമുക്ക് ചിലപ്പം അവരോട് എന്തെങ്കിലും ഒരു കാര്യം തുറന്ന് പറയാൻ, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി അത് പറയാൻ മടിയാണെങ്കിൽ നമ്മൾ അവരെ സൂപ്പിച്ച് പയ്യെ അങ്ങ് വിടും. അല്ലേ? പറയാറില്ലേ? അയ്യോ എങ്ങനെയാ സിസ്റ്റർ അതൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറയാന്ന് ഞാൻ പയ്യെ ആ സിസ്റ്റർ നല്ലതാ അല്ലെ ഏതാന്ന് പറഞ്ഞങ്ങ് സൂപ്പിച്ച് നമ്മളങ്ങ് വിടും. എന്താ ചെയ്യുന്നത്? അവിടെ എന്താ ചെയ്യുന്നത് നമ്മള്? ആ പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ നന്മയായി മാറും. പക്ഷെ നമ്മളെ കൊണ്ട് പറയിക്കത്തില്ല. അതിന് പകരം ഇച്ചിരി പൗഡറൊക്കെ തേച്ച് മിനുക്കുന്ന കണക്ക് നമ്മൾ പോളിഷ് ചെയ്ത് പറഞ്ഞു. ഇന്ന് തുടങ്ങി ചിന്തിക്കും. ഓരോ വാക്ക് നമ്മൾ പറയുമ്പോഴത്തേന് ഹല്ലേലൂയ, നമ്മൾ എന്താണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്, ഉള്ളിൽ എന്താണ് നമ്മൾ ഇച്ഛിച്ചത്, നമ്മുടെ വായിന്ന് പുറത്തു വരുന്നത് എന്താണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും പലപ്പോഴും നമ്മൾ പലതങ്ങ് വിഴുങ്ങും, പറയത്തില്ല. മാറ്റാ സ്വഭാവമൊക്കെ. എന്താണോ അകത്തുള്ളിലത്തെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ എന്താണോ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അത് പറയുക. മറ്റുള്ളവരൊക്കെ നമ്മൾ ഉപദേശിക്കാൻ ഭയങ്കര മിടുക്കര. പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ, ഇന്നലെ ഞാൻ പറഞ്ഞു മൊബൈൽ കൊടുക്കുന്നതിനെ കുറിച്ച്, ഐപാഡ് കൊടുക്കുന്നതിനെ കുറിച്ച്, കാർട്ടൂൺ കാണുന്നതിനെ കുറിച്ച്, കാർട്ടൂൺ ഇതിനൊക്കെ നമ്മൾ മറ്റുള്ളവരൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പം മക്കളെക്കാട്ടി കൂടുതൽ കൊച്ചുമക്കളും പലതും കാണിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അവരുള്ള സ്നേഹം കൊണ്ട് ഉള്ളിൽ കിടക്കുന്നതിനെ നമ്മളങ്ങ് പയ്യെ മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ അവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യും. ഈ കോംപ്രമൈസിങ് ആണ് നമ്മുടെ ജഡം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പലയിടത്ത് ഈ കോംപ്രമൈസിങ് ആണ് ജഡത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന, ഇച്ഛിക്കുന്ന നന്മ ചെയ്യാതെ വണ്ണം നമ്മളെ കൊണ്ട് ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. ഈ കോംപ്രമൈസിങ് ചെയ്യുക അവിടെ എന്താ വെച്ചാൽ നമ്മുടെ സെന്റിമെന്റ്സ്, ഫീലിങ്സ് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഫീലിങ്സിനെ അങ്ങ് എടുത്ത് മാറ്റണം. ഹല്ലേലൂയ. ഫീലിങ്സിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ ശ്രമിക്കണം. കാരണം ദൈവം നമ്മൾ ദൈവത്താൽ ജനിക്കപ്പെട്ട, വചനത്താൽ ജനിച്ചത് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായിരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നത്, നമ്മൾ മരിക്കും നിശ്ചയമെന്ന് എഴുതിയേക്കുന്നത്. രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് അതിനകത്ത് നിങ്ങൾ ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. നമ്മുടെ ജഡത്തിനുള്ള ആത്മാവിനെ ചിന്തിക്കുന്നത്. ജഡത്തിന്റെ ചിന്ത മരണം. ജഡത്തിന്റെ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആരും നിത്യജീവനിലേക്ക് പോകുമെന്ന് വിചാരിക്കും. ഇപ്പൊ കൃത്യമായ റോമാലേഖനത്തിൽ കണ്ട് എൻഡ് ചെയ്തേക്കുന്ന ഭാഗത്ത് 11-ാം അധ്യായത്തിൽ പറയുന്നത്, 11-ാം വാക്യം കൃത്യമായി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവേശു മരണത്തിന് ഉയർപ്പിച്ച് നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പം ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, ആത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അടുത്ത് താഴോട്ട് പറയുന്നത്, ആത്മാവിന് അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. ഒരുപാട് പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചുള്ള വാക്യമാണ്. അതെനിക്ക് എപ്പോഴും ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം കൂടിയാണ്. കാരണം ഞാൻ എപ്പോഴും അത് പറയുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് വെച്ചാൽ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പകുതി ഒന്നുമല്ല, മുക്കാലും കാലും ഒന്നുമല്ല, 100% ആത്മാവ് നടത്തുന്നവരാ ദൈവത്തിന്റെ മക്കളെന്ന് കൃത്യമായ വചനം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കളാണോ എന്ന് ഒന്നുകൂടെ ചോദന ചെയ്ത് നോക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകില്ല. ഞാൻ പോലും ഇന്ന് പലപ്പോഴും പറയപ്പെടുന്ന, പ്രസംഗിക്കുന്ന വചനം പറയുന്നത് എനിക്ക് പോലും പൂർണ്ണമായി ജഡത്തെ ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വരാറുണ്ട്. പക്ഷെ പൂർണ്ണമായി ഒരിക്കലും ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അത് അങ്ങനെ നമ്മൾ
കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഈ വചനം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസവും ഹാലെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റത്തില്ല. നമ്മൾ ഹാലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരു രൂപാന്തരം നടന്നുകൊണ്ടേയിരിക്കുക. ദൈവം വീണ്ടും നമ്മളെ വീണ്ടും രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജഡീക സ്വഭാവങ്ങൾ എടുത്തു മാറ്റി നമ്മൾ ആത്മാവിനെ അനുസരിച്ച് തന്നെ നടക്കണമെന്ന് ഹാലയില്ല. ഇത് കേൾക്കുമ്പോൾ മാത്രം തീരുമാനങ്ങൾ എടുത്താൽ പോരാ, ഈ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൂടെ ചെയ്യണം ഹാലെ. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും ഈ വചനം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ദൈവത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. ജനിച്ചിരിക്കുന്നെങ്കിൽ ദൈവം ഏൽപ്പിക്കുന്ന ചില കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന ചില പ്രവൃത്തി നമ്മളിലൂടെ ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ യോഗ്യരായി മാറണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ പർപ്പസ് എന്താണോ നമ്മൾ ഭൂമിയിലേക്ക് അയച്ചതിന്റെ പർപ്പസ് അത് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അത് പൂർത്തിയാക്കണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആഗ്രഹിക്കുമ്പോൾ അത് പൂർത്തിയാക്കിക്കരുത് എന്ന് പിശാച് നമ്മുടെ ജഡവും ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ പിശാചിന്റെയും ജഡത്തിനെയാണോ അനുസരിക്കുന്നത്, അത് നമ്മുടെ ആത്മാവിനെ അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ തീരുമാനമെടുക്കുക. ഇനി മുതൽ ഞാൻ പറയാം, ദൈവത്തിന്റെ മക്കളെന്ന് നമ്മൾ പറയും മുമ്പ് ഒന്നുകൂടെ ചിന്തിക്കണം. നമ്മൾ ആത്മാവിന് അനുസരിച്ച് നടക്കുന്നവർ ആണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ അത് വീണ്ടും പറയാം. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ശരിയാകാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പൂർണ്ണ ഉറപ്പോടെ നിന്ന് പറയാം. ദൈവത്തിന്റെ മക്കൾ ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തെ അങ്ങനെ പറയുന്നത്. കാരണം നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കും, പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് അങ്ങനെ തന്നെ ആകുന്നു. അങ്ങനെ തന്നെ ആകുന്ന നമ്മളെ ഒരു പെർഫെക്റ്റ് ദൈവത്തിന്റെ ആ തിരഞ്ഞെടുപ്പ് എന്തിനാണോ അത് നമ്മളിലൂടെ പൂർത്തിയാക്കിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇരുത്തിയും വചനം പഠിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്രകാരം ഒറ്റ ദിവസം കൊണ്ട് ആർക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളവരുണ്ട്. ഞാൻ പറയാം, പത്രോസിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു പത്രോസ് എന്തുകൊണ്ടാ അങ്ങനെ, പത്രോസ് 78 രോഗികൾ സൗഖ്യമായി, പത്രോസിന് കള്ളം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പത്രോസ് പരിശുദ്ധാത്മ വന്നപ്പോൾ പൂർണ്ണമായും പത്രോസ് മറ്റൊരു വ്യക്തിയായി മാറി. കാരണം ആ ജഡത്തിന്റെ സ്വഭാവങ്ങളെല്ലാം കളഞ്ഞ് പൂർണ്ണമായ പത്രോസ് ആത്മാവിനെ അങ്ങ് വിട്ടുകൊടുത്ത്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിൽ പിന്നെ അങ്ങനെ പൂർണ്ണമായി അങ്ങ് ആത്മാവിന് വിട്ടുകൊടുത്തുകൂടായോ? എന്റെ മോളുടെ ചോദ്യം. ഞാൻ പറയും, എന്തിനാ അമ്മയോട് പറയുന്നത്, മോക്ക് ഇതൊക്കെ ചെയ്യാൻ പാടില്ലേ? കാരണം പത്രോസും അവരൊക്കെ പരിശുദ്ധാത്മ വന്നപ്പം അവരുടെ കംപ്ലീറ്റ് ജഡ സ്വഭാവം അങ്ങ് അവരിൽ നിന്ന് പോയിട്ട് പിന്നെ അവർക്ക് മരിക്കാൻ പോലും ഭയമില്ലാത്ത ദൈവത്തിന് വേണ്ടി പൗലോസപ്പം രാമേ കർത്താവിന് മരിക്കുന്നവരെ ലാഭമെന്ന് എണ്ണിയെന്ന് പറയാല്ലേ, അത് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവർ മാറിയ അങ്ങനെ ഒരു ഏൽപ്പിക്കൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ അവർ പൂർണ്ണമായും പിന്നെ ജഡത്തിന്റെ കൺട്രോളിൽ പിന്നെ പൂർണ്ണമായി ആത്മാവിന്റെ 100% ആത്മാവിന്റെ കൺട്രോളിലൊക്കെ വന്ന് ഇന്ന് നമ്മൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെ അതുപോലെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മളാരും അങ്ങനെ ആകാത്തോണ്ടാണ് ഇപ്പോഴും പിടിച്ചു വെച്ചേക്ക് ഇത്രയെന്റെ ഇത് ഞാൻ വിട്ടു തരത്തില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കണക്ക് കൊമ്പുകൾ ഇത്രയൊക്കെ മതി കേട്ടോ, ഇവിടം വരെയൊക്കെ പടർന്നു, ഇപ്പുറത്തോട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പൂർണ്ണമായി അതുപോലെ വിട്ടുകൊടുത്താൽ നമ്മുടെ ദൈവത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനാ ദൈവം. പത്രോസിന്റെ മുമ്പിൽ ഒരു വ്യാജം പറഞ്ഞ് മരിച്ചു വീണെങ്കിൽ പത്രോസ് നടന്ന 78 രോഗികൾ സൗഖ്യം. ഇന്നും ദൈവം അത് നടക്കും. ഇന്ന് നമ്മളിലൂടെ ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഏൽപ്പിക്കാത്ത നമ്മുടെ കുഴപ്പം. നമ്മളിപ്പോഴും നമ്മളെ ജഡത്തെ പിടിച്ചു വെച്ചുകൊണ്ട് ജഡത്തിന്റെ സ്വഭാവങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ആരെങ്കിലുമൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഒരു തീരുമാനം എടുക്കാൻ, ഞാൻ ആത്മാവിനെ അനുസരിച്ചിരിക്കുന്നു, എനിക്ക് അതുപോലെ ആകണം, എനിക്ക് അതുപോലെ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തണം, ദൈവത്തിന്റെ പ്രദർശനശാലയായി മാറണം. എങ്കിൽ എൻ്റെ ജഡ സ്വഭാവങ്ങളൊക്കെ ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ആത്മാവിനെ പൂർണ്ണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്ക് അങ്ങനെ ആകണം എന്നൊരു ഹൃദയത്തിൽ ആഗ്രഹം, നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം, അതിന്റെ പ്രവൃത്തി അതിനൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പലരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. യേശുവിനെ കാണണം അല്ലെങ്കിൽ യേശുവിനെ ഇത് പ്രാപിക്കണം എന്നുള്ളത് മുറി അടച്ച് അകത്ത് കയറി ഇരുന്ന് അവിടെ ഇരുന്നിട്ട് ഇത് കിട്ടിയിട്ട് ഞാൻ എഴുന്നേക്കത്തുള്ളും ഒരു പ്രാർത്ഥന ദൈവസനെ വീണ് കടന്ന് പ്രാർത്ഥിക്കും, അതനുസരിച്ച് പ്രാപിക്കും. മണിക്കൂറുകൾ ദിവസങ്ങളൊന്നും പോയി അവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. 6-7 ദിവസമൊക്കെ അല്ലേ അവർക്ക് വിശപ്പുണ്ടാകത്തില്ല, ദാഹം ഉണ്ടാകത്തില്ല. അവിടെ കയറി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിലോട്ട് അങ്ങ് കയറിയാൽ മതി. ഇറങ്ങി വരുമ്പോൾ പുതിയൊരു വ്യക്തിയായിട്ട് ഇറങ്ങി വരാൻ പറ്റും. ദൈവനായിട്ട് എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.